ശ്രീ എം പ്രകാശൻ, അനുരാജ് പറഞ്ഞതിനോട് അങ്ങേക്ക് പ്രതികരിക്കാം. അതോടൊപ്പം തന്നെ അനീഷിന്റെ മരണത്തിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ BLOമാരുടെ ജോലി ഭാരം സംബന്ധിച്ച് ഇനി CPM നടത്താൻ പോകുന്ന ഇടപെടൽ എന്താണ്? അനീഷ് ജോർജിൻ്റെ മരണത്തിൽ കൊലപാതകത്തിൽ പ്രേരണാക്കുറ്റം ചുമത്തേണ്ട പാർട്ടി BJP ആണ്. യഥാർത്ഥത്തിൽ ഈ കേസിലുള്ള പ്രതിഭാഗം വക്കീലിന് വേണ്ടിയുള്ള ഒരു വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്ന പ്രത്യേക റിവിഷൻ്റെ അടിയന്തര ആവശ്യം? അത് പറയേണ്ടത് BJP ആണ്. BJPയുടെ ഗവൺമെൻറ്റാണ് ഈ കാര്യം നടപ്പാക്കുന്നത്. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സുപ്രീം കോടതി ജഡ്ജി വേണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മാറ്റിയിട്ട് അവിടെ തങ്ങളുടെ പാർട്ടിക്കാരൻ വേണമെന്ന് തീരുമാനിച്ചത് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റല്ലേ? സുപ്രീം കോടതി വിധിയെ പോലും അക്കാര്യത്തിൽ മാനിക്കാതെ ഇലക്ഷൻ കമ്മീഷനിൽ മാറ്റം വരുത്തി എന്തിനാ? താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കാനല്ലേ? പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചൊന്നും പറയാൻ BJPക്ക് ഒരു അധികാരമില്ല. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരെ MLAമാരെ എത്ര ആളുകളെ ഈ കഴിഞ്ഞൊരു 10 കൊല്ലക്കാലം വിലക്ക് വാങ്ങിയിട്ടുണ്ട് BJP. എന്നിട്ട് അവരെന്താ ജനാധിപത്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യം? പിന്നെ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കുറേ പേരുടെ വോട്ട് നഷ്ടപ്പെടുത്തുക, പൗരത്വ നിയമം പിൻവാതിലൂടെ നടപ്പിലാക്കുക. അതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ബൂത്ത് കള്ളവോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും 100 കണക്കിന് ബൂത്തുകൾ BJPക്കാർ പിടിച്ചു എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയെ കിട്ടിയല്ലേ? അന്വേഷിക്കാൻ വേണ്ടി പോലും സന്നദ്ധമല്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ വോട്ടർമാരെ ഒഴിവാക്കാൻ വളരെ വേഗത്തിൽ ഈ കാര്യം നടപ്പിലാക്കാനുള്ള BJPയുടെ വ്യഗ്രതയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആധാരമെന്നുള്ളത് കാണണം. അതാണ് ഞാൻ പറഞ്ഞത്. അനീഷ് ജോർജിൻ്റെ മരണത്തിൽ കൊലപാതകത്തിൽ യഥാർത്ഥത്തിൽ പ്രേരണാക്കുറ്റം ചുമത്തേണ്ടത് BJP ആണ്. ഇവിടെ ഇപ്പോൾ ഈ കാര്യം നടത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ പറയുന്ന ഇപ്പോൾ ഡിസംബർ 9 ഇവിടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ്. ഡിസംബർ 9 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. തെക്കൻ കേരളത്തിലാകെ അന്ന് തെരഞ്ഞെടുപ്പാണ്. എന്നിട്ടാണ് കമ്മീഷൻ നിർബന്ധം പിടിക്കുന്നത് അന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. അല്ലെങ്കിൽ ഇത് ആകാശത്തിന് വീഴുവോ? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ എന്തിനാണ് BJPക്ക് നിർബന്ധിക്കുന്നത്? ഇവിടെ ഇപ്പോൾ 68 ലക്ഷം വോട്ടർമാരെയാണല്ലോ BJPക്കാർ അവിടെ ബീഹാറിൽ നിന്ന് ഒഴിവായി കളഞ്ഞത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്. എന്ത് കാരണം പറഞ്ഞിട്ടാ? 87% ജനിച്ചിരിക്കുന്ന ആളുകൾ പൗരത്വം തെളിയിക്കണം. എന്തിനു വേണ്ടിയാ? അവർ ഇന്ത്യക്കാരല്ലേ? ഈ കാര്യത്തിൽ BJPയുടെ നിലപാട് അവർ പരസ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന കുറേ ആളുകൾ കുടിയേറ്റക്കാരാണ്. അവർ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിരിക്കുന്ന ആളുകളാണ്. അവരെല്ലാം ഒഴിവാക്കണം. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, അവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. ഇതിനു വേണ്ടി നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ലേ ഈ പറയുന്ന SIR? അല്ലാതെ ഏതെങ്കിലും നിലയ്ക്ക് ജനാധിപത്യം നടപ്പിലാക്കാനാണോ? അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ചൊന്നും ഒരു പ്രസംഗവും നടത്താൻ BJPക്ക് ഒരു അധികാരമില്ല. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ പിന്നിട്ട് പോയ 11 വർഷക്കാലമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് BJP ആണ്. എന്നിട്ട് അവരെ പുറപ്പുറത്ത് കയറി നിന്നിട്ട് ജനാധിപത്യം എന്ന് പ്രസംഗിക്കാൻ ഇപ്പോൾ കേരളത്തിനകത്ത് എല്ലാ പാർട്ടിക്കാരും ആവശ്യപ്പെട്ടല്ലോ ഇത് നീട്ടിവെക്കണമെന്ന്. എന്തേ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് അത് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല? ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ നിയന്ത്രിക്കുന്നതല്ലേ? അപ്പോൾ സംഗതികൾ വളരെ വ്യക്തമാണ്. ഈ കൊലപാതകത്തിന് നേരിട്ട് ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, BJP ആണ്. അവർ അടിച്ചേൽപ്പിക്കുന്ന ഈ അന്യായമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ മേലെ കണ്ടമാനം കാര്യങ്ങൾ കെട്ടിയേൽപ്പിച്ച് അവരെ ജീവിക്കാൻ പോലും വിടാത്ത അവരാക്കിയിട്ട് മാറ്റിയിട്ട് അവർ നല്ല വിള ജമയാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ ജനങ്ങൾക്കാവും എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇത് അന്യായമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്തോ പറഞ്ഞോട്ടെ, ഇവിടെ പട്ടികൾ കുറയ്ക്കട്ടെ, സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നത് ഒരു കാരണവശാലും ന്യായമല്ല. അതാണ് തിരുത്തേണ്ടത്. ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. തങ്ങൾക്ക് തിരുത്തേണ്ടത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കണം, തിരുത്താൻ തയ്യാറാവണം. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഏകാധിപത്യ നിലവിലുള്ള രാജ്യമല്ല. ജനങ്ങളുടെ താല്പര്യങ്ങളെ SIR വേണ്ട എന്നുള്ളതല്ലോ. SIR ഇപ്പോൾ വേണ്ട എന്ന് മാത്രമല്ലേ ഉള്ളൂ? അല്ല, CPMന്റെ നിലപാട് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. SIR യഥാർത്ഥത്തിൽ പൗരത്വ നിയമത്തിലൂടെ കൊണ്ടുവന്ന അന്യായമായ കാര്യം പിൻവാതിലൂടെ നടപ്പിലാക്കുന്ന ശ്രമമാണ്. കോടതിയെ സമീപിച്ചപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്താകെ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ വേണ്ടെന്നല്ലാതെ CPM നിലപാട് സുവ്യക്തമാണ്. SIR ഇപ്പം നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അത് BJPയുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മാത്രം നടത്തുന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ പരസ്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് BJPയുടെ ഒരു രാഷ്ട്രീയ വ്യായാമമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ രാഷ്ട്രീയ വ്യായാമം നടക്കുക തന്നെ ചെയ്യുമല്ലോ.
Debate with Smriti Parathikkad.